കണ്ട ഈ ഹായ് 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 മാർക്കോ കണ്ടു, വീട്ടിലെത്തി. പറയാനൊന്നും എന്താ പറയാ, ആ തരിപ്പ് അങ്ങോട്ട് മാറിയിട്ടില്ല. എൻ്റെ പൊന്നെ, ഇവരെ പ്രൊമോഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മോനെ, വയലൻസ് 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 വയലൻസ്, ഇതാണ് വയലൻസ്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടാ. ചെറിയ മക്കളെ പോയിട്ട് 18 വയസ്സിന് മുകളിലുള്ളവരെ കാണാവൂന്ന് പറയുന്നുണ്ട്. പക്ഷെ 18 വയസ്സിന് മുകളിലുള്ളവരെ കണ്ടാൽ മാനസികമായിട്ട് പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഈ സിനിമ കണ്ടിക്കുകയില്ല. എൻ്റെ പൊന്നെ, എന്താ സംഭവിക്കുക? അയ്യോ. ഷരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദൈനി സംവിധാനം ചെയ്ത മാർക്കോ, ഉണ്ണിമുകുന്ദൻ, എന്താ സ്ക്രീൻ പ്രസൻസ്! ആ സ്വാഗ് ഉണ്ടല്ലോ, ആ സ്ക്രീനിലെ കൂടെ കോട്ടക്കെട്ടൊക്കെ സ്ക്രീനിലേക്ക് കൂടെ മാറുമ്പോൾ ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. രവി ബാസുർ മ്യൂസിക്, അയ്യോ, ആ സിനിമയുടെ ആ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സംഭവം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ കട്ട 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 ഇങ്ങനെ പോവല്ലേ. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. ഉണ്ണിമുകുന്ദൻ പൊളി 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 പൊളിച്ചടങ്ങി. ആക്ഷൻ സീനും ഫൈറ്റ് സീനുകളും കാര്യങ്ങളൊക്കെ സൂപ്പർ. എനിക്ക് കുറച്ചൊരു അതായത് സെന്റിമെന്റൽ സീനുകളുണ്ട്, കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഉണ്ണിമുകുന്ദന്റെ ആ ഒരു വീക്ക് പോയിന്റ് എന്താണെന്നുള്ളത്. അതവിടെയാണ് ആ ഒരു സെന്റിമെന്റൽ ഡയലോഗ്സ് പറയുമ്പോഴുള്ള പ്രശ്നങ്ങൾ. പിന്നെ ജഗദീഷ്, അയ്യോ, കിഡു കിഡു കിഡു, ഒന്നും പറയണ്ട. പിന്നെ നമ്മുടെ ആ മെയിൻ വില്ലന്റെ പേരെന്തായിരുന്നു, നമ്മുടെ ടെർബോലുണ്ട്, അവന്റെ പേരിനോട് മറന്നു, എപ്പോഴും മറന്നു. നല്ല ആജാനബായിട്ടുള്ള ഉണ്ടല്ലോ, ടെർബോലുള്ള ഒരു വില്ലൻ കഥാപാത്രമുണ്ട്. ടെർബോയിൽ ശരിക്കും പറയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ലായിരുന്നു ഇതിൽ. പക്ഷെ ഇതില് എൻ്റെ പൊന്നെ, ആ കൊല്ലട അതിന്റെ മോനെ എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് തിയേറ്ററിൽ ഓരോരുത്തർ. എൻ്റെ മോനെ അത്രയ്ക്ക് വെറുപ്പിച്ച് കൈ തരുന്ന ഒരു വില്ലനാണ്. വെറുത്തു പോകും നമ്മള്. അവൻ എന്ത് ചെയ്ത ലാസ്റ്റ് എങ്ങനെ അവനെ കൊന്നാലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത രീതിയിൽ അത്ര അടുത്ത് മാറ്റിയിട്ട് ആ ഒരു വില്ലൻ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഫസ്റ്റ് ഹാഫ് ഒന്ന് ജസ്റ്റ് എൻ്റെ ആ റിവ്യൂ സ്റ്റൈലിലേക്ക് വരാം. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് 2 മണിക്കൂർ 24 മിനിറ്റുമാണ് സിനിമയുടെ മൊത്തം ടോട്ടൽ ദൈർഘ്യം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രതീക്ഷിച്ച ആ ഒരു ഫൈറ്റ് കാര്യങ്ങളോ വയലൻസ് കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നില്ല. ആ ഒരു കഥയിലേക്കുള്ള ഒരു ഒഴുക്കായിരുന്നു ഫസ്റ്റ് ഹാഫ് എന്നുള്ളത്. ഇന്റർവൽ ബ്ലോക്കിൽ ഒരു കിടിലനായിട്ടുണ്ട്, ഒരു കിടില സാധനം ഇന്റർവൽ ബ്ലോക്കിലുണ്ട്. അതിന് മുമ്പേ വലിയ ഫൈറ്റ് സീനുകളോ അങ്ങനത്തെ എന്താ പറയുക ബ്യൂട്ടിലായിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ പറഞ്ഞ രീതിയിലുള്ള സംഭവങ്ങളൊന്നുമില്ലായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഇവര് പ്രൊമോഷന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. 18 വയസ്സുള്ള പോലുള്ളവർ ആരും വരരുത്, വന്ന് അത്രയും മോസ്റ്റ് വയലന്റ് മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ ഉള്ളൂ എന്നുള്ളൊരു മൈൻഡിൽ ഉണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. പിന്നെ ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു ഇന്റർവെല്ലിന് ശേഷമായിരിക്കും ഇന്റർവെല്ലിന് ശേഷം ബാക്കി എന്ന് വിചാരിച്ചു. ഇന്റർവെല്ലിന് കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ ഒന്നും പറയണ്ട. പിന്നെ അങ്ങോട്ട് വെടിച്ചിലായിട്ട് എന്ന് പറഞ്ഞാൽ വെടിച്ചിൽ സാധനം കണ്ടുവെക്കാം. കുട്ടികളൊന്നും തിയേറ്ററിന്റെ പരിസരത്തേക്ക് അടുപ്പിക്കരുത്, സ്ത്രീകൾ പോലും വരരുത് തന്നെ പറയാം. അത്രയും മനക്കട്ടിയുള്ള ആൾക്കാർ മാത്രം, 18 വയസ്സിന് മുകളിലുള്ളവരല്ല, അത്ര മനക്കട്ടിയുള്ളവർ മാത്രം ഈ സിനിമ കാണാൻ പോവുക, അത്രേ പറയാനുള്ളൂ. ഉണ്ണിമുകുന്ദൻ, എൻ്റെ മോനെ, ഇതുപോലൊരു അറ്റംപ്റ്റ് മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഹനീഫ് അദൈനി, ഉണ്ണിമുകുന്ദൻ, എല്ലാവർക്കും വലിയൊരു സല്യൂട്ടാണ്. വേറൊരു കാര്യം പറയട്ടെ, ടെക്നിക്കൽ സൈഡുകളൊക്കെ കിടലായിരുന്നു, സൂപ്പറായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, ക്യാമറ കാഴ്ചകളായിക്കോട്ടെ, ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ടെക്നിക്കൽ സൈഡിലൊക്കെ പക്ക അടിപൊളിയായിരുന്നു. ആക്ഷൻ കൊറിയോഗ്രാഫി ഒക്കെ സൂപ്പർ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആക്ഷൻ സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ആ ഒരു സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനു മുമ്പേ നമ്മളെ കിൽ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി മൂവി കണ്ടിട്ടുണ്ടാവും, അടിച്ച് പദം വരുത്തുന്ന ഒരു സിനിമ. പക്ഷെ അതൊന്നും അല്ല. വയലൻസ് പറഞ്ഞാൽ ഇതിലാണ്. ക്ലൈമാക്സിലെ സീനുകളിലൊക്കെ കൂടുതലൊന്നും പറയുന്നില്ല. കുട്ടികളൊക്കെ അയ്യോ ഒന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കണ്ടുവെക്കാം. കൂടുതൽ പറഞ്ഞ സ്പോയിലർ ആയിപ്പോൾ തിയേറ്ററിൽ പോയി കാണുക.
18+ മൂവിയാണ്. 18+ പറഞ്ഞാൽ മനക്കട്ടിയുള്ളവർ മാത്രം കാണുക. 18 വയസ്സ് മുതലല്ല, മനക്കട്ടിയുള്ളവർ മാത്രം സിനിമ കാണാൻ ശ്രമിക്കുക. പിന്നെ ടൈലന്റിന്റെ കാര്യം പറയണം. അതായത് പേര് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സീൻ കാണിക്കുന്നുണ്ട്, ഒരു കടപ്പുറത്ത് നിന്നുള്ള സംഭവം കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ട അത് ഞാൻ പറയാണ്, ഞാൻ കണ്ട തിയേറ്ററിൽ, ഞാൻ സന്ധ്യ തിയേറ്ററിൽ വെച്ച് കണ്ടത്. പക്ഷെ അതിനൊരു അവസാനം ഇല്ലാത്തതുപോലെ നിർത്തിക്കളഞ്ഞു. അത് പെട്ടെന്ന് കുറച്ച് വണ്ടികളൊക്കെ വരുന്നു, ഒരു അവസാനം ഇല്ലാത്ത പോലെ നിർത്തിക്കളഞ്ഞു എന്നുള്ളത് തോന്നി, ആ ഒരു ടൈലന്റ് സംഭവം. പക്ഷെ അത് എല്ലാ തിയേറ്ററിലും അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ തന്നെയാണോ എന്നുള്ളത്, അത് തന്നെയാണോ എന്നുള്ളത്. പെട്ടെന്നൊന്ന് ഒരു സർപ്രൈസ് പോലെ വന്നിട്ട് അത് ആ രീതിയിൽ നിർത്തിക്കാൻ പോലെ തോന്നി. അത് നമ്മുടെ തിയേറ്ററിൽ മാത്രം സംഭവിച്ച പ്രശ്നമാണോ എന്നറിയില്ല. അതൊന്ന് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ, നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ സ്പോയിലർ കൂടാതെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.